ആലപ്പുഴയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നത് വിശദീകരിക്കാനായിട്ട് ആലപ്പുഴയുടെ എം.പി. ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. അതിന് തുടർച്ചയായിട്ട് ചില നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ മതിയോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ നേരിടാൻ? ഇന്നലെ അവരുടെ ഒരു ടീം, ആരോഗ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് ഇന്നലെ ഒരു ടീം ആലപ്പുഴയിൽ വന്ന് കുട്ടിയെ പരിശോധിച്ചു. കുട്ടിയെ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട മറ്റ് ലാബിലും അതുപോലെ തന്നെ ആശുപത്രിയിലും ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർ കുടുംബത്തോട് പറഞ്ഞതായിട്ട് കുടുംബം എന്നോട് പറഞ്ഞത്, അതായത് ചികിത്സാ ചെലവുകൾ മുഴുവൻ സർക്കാർ വഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ അത് എത്രയായാലും അത് മുഴുവൻ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് പ്രാഥമികമായി അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തത കുറച്ച് കൂടുതൽ വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാബിൻ്റെയും അതുപോലെ തന്നെ ആശുപത്രിയുടെയും ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ അത് കാത്തിരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ടും കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന ടെൻറ്റേറ്റീവായി 3-ാം തീയതിയോടുകൂടി തീരുമാനമെടുക്കുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങ് ഈ കുടുംബത്തെ ഉടൻ സന്ദർശിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കാനായിട്ട് എങ്ങനെ? തീർച്ചയായിട്ടും ആ കുടുംബത്തോടൊപ്പം അതിപ്പം നാടിൻ്റെ വേദനയായിട്ടുള്ളൊരു സംഗതിയായി മാറി. ഇത്രയും പാവപ്പെട്ട കുടുംബത്തിന് അവരുടേതല്ലാത്ത കുറ്റത്തിന് ജനിച്ച കുഞ്ഞിനെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണേണ്ടി വരിക എന്ന് പറയുന്നത് സങ്കടകരമാണ്. അപ്പോൾ അവരുടെ കൂടെ പൂർണ്ണമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് തീരുമാനം. ഞാൻ നാളെ അവിടെ പോകുന്നുണ്ട്. ഈ ആലപ്പുഴ പോലുള്ള ഒരു ജില്ല, നമുക്ക് ഈ ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഈ ചില ഘട്ടങ്ങൾ വരുമ്പോൾ ആരോഗ്യരംഗത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ആലപ്പുഴയുടെ പ്രശ്നം അവസാനിക്കും? ആലപ്പുഴയിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ ഇത് എത്ര പ്രാവശ്യം ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു മുൻഗണനയും നൽകുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ പലവട്ടമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ദുസ്ഥിതി ഇതിനേക്കാൾ ഗുരുതരമാണ്. ഓരോ ദിവസവും വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഡോക്ടർമാരില്ല. ആവശ്യത്തിന് ഡോക്ടർമാരെ കൊടുത്ത് സർക്കാർ ആശുപത്രികളിൽ, അതും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പൂർണ്ണമായും ആശ്രയിക്കുന്ന ആലപ്പുഴ പോലുള്ള ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കില്ല. മാത്രമല്ല, ഉള്ളവരെ തന്നെ സ്ഥലം മാറ്റി വേറെ സ്ഥലത്ത് അവസരം കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ മുൻഗണനയോടുകൂടി ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സർക്കാരിൻ്റെ ഒരു മുൻഗണന ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. എവിടെയാണ് വീഴ്ച വരുന്നത്? ഇതിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നതിലുപരിയായിട്ട് നടപടിയില്ല, ആക്ഷനില്ല. അന്വേഷണം പ്രഖ്യാപിക്കും, അന്വേഷണ റിപ്പോർട്ട് വരും, എല്ലാം പിന്നെ പൊതിഞ്ഞു വെക്കും. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ആവശ്യം. ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും കണ്ണിൽ പൊടിയിടാനായിട്ട്. അത് കഴിഞ്ഞ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതില്ല. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചിന്തിക്കണം. ഒരു ഓഡിറ്റിംഗ് വേണ്ട ഇക്കാര്യത്തിലൊക്കെ തന്നെ. ആരാണ് കുറ്റക്കാർ? അതൊന്നും ചെയ്യുന്നില്ല. ഇതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രധാനപ്പെട്ട ഒഴിവുകൾ അനസ്തേഷ്യ ഇല്ലാതെ സർജറി നടത്താൻ പറ്റുമോ? അനസ്തേഷ്യയുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ള അനസ്തേഷ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു സ്ഥലം മാറ്റം ചോദിച്ചാൽ അവർക്ക് അപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും കൂടിയ പുതിയ പരിഗണന നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്നത്. ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത്, ഇപ്പോഴത്തെ ഈ സംഭവത്തിൻ്റെ ഈ വീഴ്ച ഉണ്ടായത്, അത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ മനുഷ്യ സഹജമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതാണ്? ആശുപത്രികൾ അങ്ങനെയായി. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലുണ്ട്, ആലപ്പുഴയിലുമുണ്ട്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ സ്വകാര്യ ആശുപത്രികളില്ലാത്തത്? ആലപ്പുഴയിലേക്ക് ഡോക്ടർമാർ വരാൻ താല്പര്യപ്പെടാത്തത് എന്താണ്? പാവങ്ങളാണ് മിക്കവാറും ആളുകൾ. ആ പാവങ്ങളായ ആളുകൾക്ക് സൗജന്യ ചികിത്സ ആവശ്യമുള്ളവരാണ്. അപ്പോൾ ആ സൗജന്യ ചികിത്സയിൽ താല്പര്യമില്ലാത്തവരാണ് അവിടെ വരാൻ താല്പര്യമില്ലാത്തവർ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അഴിമതിയുണ്ട് അതിനകത്ത്. അത്തരം കാര്യങ്ങളൊക്കെ നടപടി എടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഈ സംഭവത്തിന് ശേഷം ജനങ്ങളുടെ ഒരു വികാരം അങ്ങ് ശ്രവിച്ചിരുന്നല്ലോ, എന്താ ബോധ്യപ്പെടുന്നത്? ജനങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ. അത് കൂടുതൽ അപകടമാണ്. കാരണം വെച്ചാൽ സ്വകാര്യ മേഖല എല്ലാം മെച്ചമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. സർക്കാർ ആശുപത്രി മോശമാണെന്ന് വരുത്തി തീർത്ത് സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ആ സംഗതി അവിടെ ഉണ്ട്. സർക്കാർ എല്ലാം മോശമാണ്, കുഴപ്പമാണ്, അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. സർക്കാരിനെ ശക്തിപ്പെടുത്തേണ്ട സമയത്ത് ശക്തിപ്പെടുത്താതിരിക്കുമ്പോഴാണ് ഈ സർക്കാർ ആശുപത്രികൾക്കെതിരെ പ്രചരണം വരുന്നത്. ഗവൺമെൻറ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കണം.
ഒരു ജനകീയ സർക്കാർ എന്ന് പറയുമ്പോൾ ഈ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ MLA-മാർക്കോ ഒക്കെ ചികിത്സ വേണ്ടി വരുമ്പോൾ അവർക്ക് മറ്റ് സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോയി. സാധാരണക്കാരൻ്റെ കാര്യം പറയുന്നത് സാധാരണക്കാർ പൂർണ്ണമായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴയിലെ എല്ലാ പൊതുജനാരോഗ്യ ആശുപത്രികളും. അത് താലൂക്ക് ആശുപത്രികളായാലും ജനറൽ ആശുപത്രികളായാലും മെഡിക്കൽ കോളേജായാലും. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ആലപ്പുഴയിൽ വരാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജില്ലയിൽ അവിടെ ശരിയാവുക. ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ചികിത്സയാണെന്നുള്ള ബോധ്യം സർക്കാരിന് വേണം. ആ സർക്കാർ സംവിധാനം അപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കണം അവിടെ. മറ്റു സ്ഥലങ്ങളിലെല്ലാം വലിയ വലിയ മെഡിക്കൽ സ്വകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് ചികിത്സിക്കാനുള്ള. ഇവിടെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആ ആശുപത്രികളെ പോലും ഉള്ള ഒഴിവുകൾ നികത്തത്തില്ല. ഒഴിവുകൾ ഉള്ളിടത്ത് പോലും വീണ്ടും സ്ഥലമാറ്റം കൊടുത്ത് ഒഴിവുകൾ കൂട്ടും. ഇത് പലവട്ടം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി, നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതിനൊരു മുൻഗണന കൊടുക്കണം. എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ആലപ്പുഴയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി ഈ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആലപ്പുഴ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൽ ഗൗരവകരമായിട്ടുള്ള ഇടപെടൽ വേണമെന്നാണ് ആലപ്പുഴയുടെ ജനപ്രതിനിധിയായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നത്.